ടെൻഷനുണ്ടോ മോളെ? ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ദേവ് ചോദിച്ചതും അവളൊന്ന് ചിരിച്ചതേയുള്ളൂ. നമ്മളെപ്പോൾ അങ്ങ് എത്തും ദേവേട്ടാ? ഇപ്പോൾ സമയം 9. ഒരു 4.5 മണിക്കൂർ കൊണ്ട് എറണാകുളം എത്തും. റോഡിൽ അധികം തിരക്കൊന്നുമില്ലെങ്കിൽ 4 മണിക്കൂർ മതിയാകും. അവൾ ചോദിച്ചതിന് മറുപടിയായി അവൻ പറഞ്ഞു. അപ്പോൾ വെളുപ്പിന് ഒരു 1:30 മണിക്കൊക്കെ ആകുമ്പോൾ എത്തുമല്ലേ? അതിനവനൊന്ന് മൂളി. അവരുടെ കാർ ജംഗ്ഷൻ കഴിഞ്ഞ് വളവ് തിരിഞ്ഞതും മുന്നിലായി ഒരു കാർ കൊണ്ടുവന്ന് നിർത്തി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയ ഹരി ഒരു പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് നടന്നു. എവിടെ നമ്മുടെ ഹീറോ? അവൻ അടുത്തെത്തിയതും ദേവ് ചോദിച്ചു. അതിന് മറുപടിയെ അവന് ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കി. അപ്പോഴേക്കും കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ തുറന്നുകൊണ്ട് മാധവ് പുറത്തേക്കിറങ്ങി. ദേവ് അവനെ കണ്ണിമച്ചിമ്മതെ നോക്കി നിന്നു. കറുത്ത ഷർട്ടും ബ്ലൂ ജീനുമായിരുന്നു അവൻ്റെ വേഷം. അവൻ നടന്നു വന്ന് എത്തിയതും ദേവ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഓൾ ദി ബെസ്റ്റ് അളിയ. താങ്ക്സ് ഡാ. അവന് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ദേവ് പറഞ്ഞതും മാധവ് ഒരു പുഞ്ചിരിയോടെ അവനെ പുണർന്നു. അപ്പോൾ ചെല്, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ദേവ് അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പോട്ടെ ഏട്ടാ. ഓക്കേടാ. മാധവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഹരിയും അവൻ്റെ പിന്നാലെ ചെന്നു. അവർ കാറിൽ കയറി പോയതും മാധവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ആ നേരം വരെയും ദേവു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മാധവ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരു സിമ്പിൾ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ താലിമാല മാത്രം. നെറുകിൽ സിന്ദൂരം കട്ടിക്ക് വരച്ചിരിക്കുന്നു. വേറെ ഒരുക്കങ്ങൾ ഒന്നുമില്ല. അവൻ അവളെ കുസൃതിയോടെ നോക്കി. എന്താണ് എൻ്റെ നന്ദുട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നത്? മാധവ് അവളോട് ചോദിച്ചതും അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്താടാ? അവൻ വീണ്ടും ചോദിച്ചതും അവൾ കുറുകിക്കൊണ്ട് അവൻ്റെ തോളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ തലയിൽ തലോടി. എൻ്റെ കൊച്ച് നേരാവണ്ണം ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ? അതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങിക്കോ. എത്താനാകുമ്പോൾ ഞാൻ വിളിക്കാം. അവൻ അതും പറഞ്ഞതും അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. അവളും ചേർത്ത് പിടിച്ച് നെറുകിൽ ഒന്ന് മുത്തിയ ശേഷം അവൻ കാർ മുന്നോട്ടെടുത്തു. ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് കുറച്ച് ദിവസം പിന്നിലേക്ക് പോയി. അന്ന് കല്യാണം കഴിഞ്ഞ് ദേവുവിനെയും കൂട്ടി തിരികെ വന്നപ്പോഴേക്കും ശ്രേയമായിട്ടുള്ള കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. താൻ കർശനമായി എതിർത്തിട്ടും അവർ ഒന്നും ചെവിക്കൊള്ളാതെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതും താൻ പരമാവധി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുകയായിരുന്നു ചെയ്തത്. കാരണം ആ സമയം ഒരു പ്രശ്നമുണ്ടാക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നില്ല. മാത്രവുമല്ല, തങ്ങളുടെ ഇത്രയും ദ്രോഹം ചെയ്തവരെ അങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കല്യാണത്തിന് മൗനാനുവാദം നൽകിയത്. കല്യാണ ദിവസം ദേവുവിനെയും കൂട്ടിക്കൊണ്ടു വന്നു. അവിടെ മുന്നിൽ വെച്ച് അവൾ തൻ്റെ ഭാര്യയാണെന്ന് പറയണമെന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തു വച്ചിരുന്നതും. പക്ഷേ യാദൃശികമായിട്ട് കോഫി ഷോപ്പിൽ വെച്ചുള്ള ശ്രേയുടെ സംസാരം കേട്ടത് അതാണ് തന്നെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. അന്ന് ദേവ് വന്നതുകൊണ്ട് അവനെ കാണാനായി പോയതായിരുന്നു ആ കോഫി ഷോപ്പിൽ. അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രേയും അവളുടെ കൂട്ടുകാരികളും അവിടേക്ക് വരുന്നത് കണ്ടത്. കോഫി ഷോപ്പിൽ ഒഴിഞ്ഞ കോണിലിരുന്ന് അവർ സംസാരിക്കുന്നത് കണ്ടെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോകാനാണ് തുടങ്ങിയത്. എന്നാൽ ദേവാണ് അവർ സംസാരിക്കുന്നത് കേൾക്കാമെന്ന് പറഞ്ഞത്. അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ബുദ്ധിയല്ലാത്തത് കൊണ്ട് ഫോൺ റെക്കോർഡിംഗ് മോഡിലിട്ട് വെയിറ്ററിനെ കൊണ്ട് അവിടെ സമീപത്തായി വെപ്പിച്ചു. ആ വെയിറ്ററിന് ദേവിന് പരിചയമുള്ളത് കൊണ്ട് തന്നെ അത് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്തു. അതിലൂടെ അവരുടെ സംസാരം വ്യക്തമായി തന്നെ കേട്ടു. അവൻ അന്നത്തെ അവരുടെ സംസാരം ഓർമ്മയിൽ തെളിഞ്ഞു. നീ എന്തൊക്കെയാ ശ്രേയി പറയുന്നത്? മാധവ് ദേവനന്ദി വിവാഹം കഴിച്ചെന്നോ? അതെ. അന്ന് ഡൽഹിയിലെന്നും പറഞ്ഞ് അവൻ പോയത് ആ ദേവിൻ്റെ മാരേജിനായിരുന്നു. അവൻ ഡൽഹിയിലാണെന്ന വിശ്വാസത്തിൽ ദേവനന്ദ പോയപ്പോൾ ആരും അധികം തടയാനും ശ്രമിച്ചില്ല. അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ശ്രേയയുടെ ഫ്രണ്ടിൻ്റെ ചോദ്യത്തിന് അവൾ പല്ലും ഞെരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇതെങ്ങനെ നീ അറിഞ്ഞു? കല്യാണം കഴിഞ്ഞ് അവൾ തിരികെ വന്നത് മാധവിൻ്റെ കൂടെയാ. അവൾ അവൻ്റെ കാറിൽ വന്നിറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു. അതിൽ നിന്നും മാധവ് വിവാഹത്തിന് വന്നിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. പക്ഷേ ആരും അറിയാതെ ഇതൊക്കെ എങ്ങനെ? ശ്രേയയുടെ മറുപടി കേട്ട് അവളുടെ ഫ്രണ്ട് സംശയത്തോടെ ചോദിച്ചു. അവരെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു പ്രിയ. വിദഗ്ധമായി തന്നെ കാര്യങ്ങൾ നടത്തി. അവൾ കയ്യിലിരുന്ന കോഫി കപ്പിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അതീവ ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാലും ഒരൊറ്റ കുഞ്ഞു പോലും അറിയാതെ. അതാണ് മാധവിൻ്റെ ബുദ്ധി. എല്ലാം വെൽ പ്ലാൻഡ് ആയിരിക്കും. നമ്മളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവൻ അവിടെ എത്തി. എന്നിട്ട് ആ ദേവിൻ്റെ മാരേജിനോടൊപ്പം മാധവ് അവളുടെ കഴുത്തിലും താലി കെട്ടി മാരേജ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെടാ? ഇപ്പോൾ അവൾ മാധവിൻ്റെ ഭാര്യയല്ലേ? ഇനി എങ്ങനെ നിങ്ങളുടെ മാരേജ് നടത്തും? അവൾ പറഞ്ഞു കേട്ട് അവളുടെ മറ്റൊരു ഫ്രണ്ട് ചോദിച്ചു.
അവനുള്ള കഴുത്തിൽ താലി കെട്ടിയതോ വിവാഹം കഴിച്ചതോ ഒന്നും ഇവിടെ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവോടെ അവൻ താലി കെട്ടാൻ പോകുന്നത് എൻ്റെ കഴുത്തിലായിരിക്കും. അതെങ്ങനെ? അവൾ പറഞ്ഞു കേട്ട് അവർ സംശയത്ര ചോദിച്ചു. ദേവനന്ദ വഴി. ദേവനന്ദയോ? അവൾ പുച്ഛത്തോടെ പറയുന്ന കേട്ടതും അവരുടെ സംശയം മാറിയിരുന്നില്ല. ദേവനന്ദയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ മാധവനെ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവളെ വെച്ച് മാത്രമേ മാധവനെ സ്വന്തമാക്കാൻ കഴിയൂ. പക്ഷെ മാധവനെ വരുതിയിലാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ മീനുവിനെ നിങ്ങളോടൊപ്പം നിർത്തിയത്? അതിനു വേണ്ടിയല്ലേ നിന്റെ പുത്ര ശ്രേയസും അവളുമായി ഇഷ്ടത്തിലായത്? അതിന് അവൾ ചുണ്ടുകൊട്ടിയൊന്ന് ചിരിച്ചു. മീനു എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വെറുമൊരു തുറുപ്പുചീട്ട് മാത്രമാണ് മീനു. അതിനു വേണ്ടിയാണ് പ്രണയം എന്ന 3 അക്ഷരത്തിലൂടെ ശ്രേയസിനെ കൊണ്ട് അവളെ തളപ്പിച്ചത്. മാധവിനെ സ്വന്തമാക്കാനായി ഞാൻ പല കളികളും കളിച്ചു. പക്ഷെ അവൻ്റെ മുന്നിലൊന്നും തന്നെ ഏറ്റില്ല. അങ്ങനെയാണ് മീനുവിനെ വെച്ച് കളിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. കേട്ടപ്പോൾ അതിനെ ശ്രുതിയും സുധിയേട്ടനും സപ്പോർട്ട് ചെയ്തു. പക്ഷെ മറ്റൊരു പ്രണയം ഉണ്ടായിരുന്ന ശ്രേയസേട്ടൻ അതിന് സമ്മതിച്ചിരുന്നില്ല. തമാശയ്ക്ക് പോലും വേറൊരു പെണ്ണിനെ നോക്കുന്നത് അവന് ഇഷ്ടമല്ലത്രേ. എന്തു പറഞ്ഞിട്ടും സമ്മതിക്കാതിരുന്ന അവനെ ഒരു ആത്മഹത്യ ഭീഷണിയിലൂടെ സമ്മതിപ്പിക്കുമ്പോൾ വിജയ് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. പക്ഷെ മാധവിന് അപ്പോഴും വലുത് ദേവനന്ദ തന്നെയായിരുന്നു. എങ്കിലും അവൻ്റെ വീട്ടുകാരെ എല്ലാവരെയും വരുതിയിലാക്കി ഞാൻ കല്യാണം ഉറപ്പിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലായിരുന്നു. മാധവ് അവൻ അംഗീകരിക്കാതെ ഒന്നും നടക്കില്ല. ശ്രേയസിലൂടെ മീനു പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടന്നേനെ. പെങ്ങളുടെ മാനം രക്ഷിക്കാൻ അവന് എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നേനെ. പക്ഷെ ശ്രേയസിന് അവൻ്റെ ദിവ്യപ്രേമമാണത്ര വലുത്. അതോടെ ആ വഴിയും അടഞ്ഞു. പിന്നെ ഇനി എന്തു ചെയ്യും? കല്യാണത്തിൻ്റെ അന്ന് മാധവി എന്തെങ്കിലും പണി കാണിച്ചാലോ? ഉറപ്പായിട്ടും അവൻ പണി തരും. അതും ദേവനന്ദയെ മുന്നിൽ നിർത്തി തന്നെ. അതിന് ഒരു മറുപണിയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതെന്താ? ദേവനന്ദയുടെ മരണം. വാട്ട്? നീ എന്താ പറയുന്നത് ശ്രേയ? അവളെ കൊല്ലാനോ? അതെ, മാധവിനെ കെട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിനായി അവളെ കൊല്ലാനും എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ഇവിടെ ഞാൻ അവളെ കൊല്ലില്ല. അവളെ കൊല്ലുമെന്ന് പറഞ്ഞ് അവനെ വരുതിയിലാക്കും. എങ്ങനെ? അവർ സംശയത്തോടെ അവളെ നോക്കി. വിവാഹത്തിൻ്റെ അന്ന് രാവിലെ അവളുടെ വീട്ടിൽ ആരും ഉണ്ടാകില്ല. അവിടെ നിന്നും സുധിയേട്ടൻ്റെ ആളുകൾ അവളെ തട്ടിക്കൊണ്ടുപോകും. എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ മാധവിന് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ മതിയാകൂ. അവൾ ക്രൂരമായ ചിരിയോടെ പറഞ്ഞു നിർത്തി. പക്ഷെ ശ്രേയ, മാധവ് നിന്റെ ഭീഷണിയിൽ വീണില്ലെങ്കിൽ എങ്കിൽ ദേവനന്ദ ഈ ലോകത്ത് ഒരു ഓർമ്മ മാത്രമായി മാറും. വന്യമായ ഭാവത്തോടെ അവൾ പറയുന്ന കേട്ടതും അവർക്ക് ഭയം തോന്നി. ശ്രേയ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ? ആരും അറിയില്ല. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടണം. അതിന് ഞാൻ എന്ത് മാർഗവും സ്വീകരിക്കും. ആരെ വേണമെങ്കിലും കൊല്ലും. ഒന്നെങ്കിൽ അന്ന് മാധവ് എൻ്റെ കഴുത്തിൽ താലി കെട്ടും, അല്ലെങ്കിൽ ദേവനന്ദയുടെ ശവമടക്ക് നടത്തും. ക്രൂരമായ ഭാവത്തോടെ അവൾ പറഞ്ഞു നിർത്തിയതും അവളുടെ ഫ്രണ്ട്സ് ഭയത്തോടെ അവളെ നോക്കിയിരുന്നു. റെക്കോർഡായി ഫോണിൽ നിന്നും ശ്രേയുടെ വാക്കുകൾ കേട്ട മാധവും ദേവും തറഞ്ഞിരുന്നു. ഡാ ദേവു. ദേവ് പറഞ്ഞതും മാധവ് മുഷ്ടി ചുരുട്ടി. ഇല്ല ദേവ്, നന്ദുവിനെ വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അവൾക്കുള്ള പണി വേറെ കൊടുക്കാം, നീ വാ. അതും പറഞ്ഞുകൊണ്ട് ദേവ് എണീറ്റതും മാധവും അവനോടൊപ്പം എണീറ്റു. ആ കോഫി ഷോപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തങ്ങളുടെ മനസ്സിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. വിവാഹത്തിൻ്റെ അന്ന് ദേവുവിനെയും കൂട്ടി കല്യാണ മണ്ഡപത്തിൽ ചെല്ലണമെന്ന് ആദ്യം കരുതിയെങ്കിലും ശ്രേയ എന്തിനും മടിക്കാത്ത ഒരു രാക്ഷസിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ദേവുവിൻ്റെ സുരക്ഷയെ കരുതി അത് വേണ്ടെന്ന് വെച്ചു. അതോടൊപ്പം മീനുവിനെ അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കുകയും വേണം. പിന്നെ എല്ലാം പ്ലാൻ ചെയ്തത് ദേവായിരുന്നു. ഇന്ന് തന്നെ ദേവുവിനെ അവിടെ നിന്ന് മാറ്റണമായിരുന്നു. ഒരാഴ്ച എറണാകുളത്ത് ദേവിൻ്റെ വല്ലച്ചിൻ്റെ വീട്ടിൽ നിൽക്കും. അത് കഴിഞ്ഞ് എൻ്റെ പെണ്ണിനെയും കൊണ്ട് കാനഡയിലേക്ക്. കല്യാണം കഴിഞ്ഞ ദേവുവിനെയും കൂട്ടി അങ്ങോട്ട് പോകാൻ തന്നെയായിരുന്നു പ്ലാൻ. അതിൻ്റെ പേർപ്പസ് റെഡിയാക്കാനായിരുന്നു ഡൽഹിയിൽ പോയത് പോലും. ആർക്കും അവിടെ ജോലി കിട്ടിയതോ അങ്ങോട്ട് പോകുന്ന കാര്യമോ ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ നന്ദോട്ടിക്കും. അവനൊരു ചിരിയോടെ ഓർത്തു. പിന്നെ ശ്രേയക്കുള്ള പണി അത് നാളെ മണ്ഡപത്തിൽ കിട്ടും. ആ സമയം അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞ് അവിടെ ദേഷ്യം നിറഞ്ഞു. തല ഒന്ന് കുടഞ്ഞുകൊണ്ട് തന്നെ തോളിൽ മുഖം അമർത്തി കിടന്നുറങ്ങുന്ന ദേവുവിനെ നോക്കിയത് അവൻ്റെ ദേഷ്യം എങ്ങോ മാഞ്ഞുപോയി. അവളുടെ നെറുകിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ സ്വസ്ഥമായി ഡ്രൈവ് ചെയ്തു. വണ്ടിയുടെ നിർത്തിയതുപോലെ തോന്നിയതും ദേവു പതിയെ കണ്ണുകൾ തുറന്നു. ചുറ്റിനും നോക്കിയതും മൊത്തം ഇരുട്ടായിരുന്നു. മാധവ് സൈഡിലായി നിന്ന് മുഖം കഴുകുന്നത് കണ്ടതും അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളെ കണ്ടതും അവൻ വെള്ളത്തിൻ്റെ കുപ്പി അവളുടെ നേർക്ക് നീട്ടി. എവിടെ എത്തി കണ്ണേട്ടാ? ആലുവ. കുപ്പി വാങ്ങി മുഖം കഴുകിയ ശേഷം അവൾ ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. അതിന് മറുപടിയെ അവളൊന്ന് മോളിക്കൊണ്ട് തിരികെ സീലേക്ക് കയറി ചാരിയിരുന്നു. അപ്പോഴേക്കും അവനും വന്ന് കാറിലേക്ക് കയറി. അവളെ ഒന്ന് നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു. ദേവു ഒരു ചിരിയോടെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു.
കുറച്ച് മണിക്കൂറുകൾക്കകം അവർ എറണാകുളത്ത് ദേവിൻ്റെ വല്ലശിൻ്റെ വീട്ടുമുറ്റത്ത് എത്തിച്ചേർന്നു. ചെല്, എല്ലാവരും അവിടെയുണ്ട്, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും മാധവ് അവളെ നോക്കി പറഞ്ഞു. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടിയ ശേഷം അകത്തേക്ക് നടന്നു. അപ്പോഴേക്കും ശിവയും മറ്റുള്ളവരും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവരെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. യാത്ര എങ്ങനെയുണ്ടായിരുന്നു മോളെ? കുഴപ്പമില്ലായിരുന്നു അമ്മ. പാർവതി ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അവിടെ എന്തായിടി? ശിവ അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. ആഘോഷം തകൃതിയിൽ നടക്കുന്നു, ശിവയ്ക്ക് മറുപടിയായി അവളൊരു പുച്ഛത്തോടെ പറഞ്ഞു. അല്പസമയം കഴിഞ്ഞതും കാർ പാർക്ക് ചെയ്തുകൊണ്ട് മാധവ് അകത്തേക്ക് കയറി വന്നു. ദേവും ഹരിയും വന്നില്ലേ മോനെ? അവനെ കണ്ടതും പാർവതി ചോദിച്ചു. ആ, താനെന്താടോ ഒന്നും അറിയാത്തതുപോലെ? നാളത്തെ പരിപാടിക്ക് അവിടെ അവർ രണ്ടുപേരും വേണ്ടേ? പാർവതിക്കും മറുപടി വാസുദേവൻ പറഞ്ഞു. ഓ, ഞാനിതങ്ങ് മറന്നു. ആ, നിങ്ങൾ കയറി വാ, ഭക്ഷണം കഴിക്കാം, നേരെ ഒരുപാടായി. വേണ്ടമ്മ, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. പാർവതി പറഞ്ഞതും മാധവ് മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ രണ്ടാളും പോയി കിടന്നുറങ്ങിക്കോ, യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ? പാർവതി പറഞ്ഞതും മാധവ് ദേവുവിനെ ഒന്ന് നോക്കിക്കണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ചെല്ല് ചെല്ല്. അവൻ പോയ വഴി നോക്കി നിൽക്കുന്ന ദേവുവിൻ്റെ തൊഴിൽ തട്ടിക്കൊണ്ട് ശിവ പറഞ്ഞതും ദേവു അവളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ ഓടി. ബാക്കിയുള്ളവർ അവളുടെ പോക്ക് കണ്ട് ചിരിയോടെ നിന്നു. സൂര്യരശ്മികൾ കല്യാണ വീടുകളെ പ്രകാശപൂരിതമാക്കി. അതിരാവിലെ തന്നെ ഇരു വീട്ടുകാരും ഉണർന്നിരുന്നു. ഏട്ടാ, മീനു ഒരു കപ്പ് കോഫിയുമായി മാധവിൻ്റെ റൂമിലേക്ക് ചെന്ന് അവനെ വിളിച്ചു. 2 തവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല എന്ന് കണ്ടതും അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. വാതിൽ തുറന്ന് വന്നതും അവൾ പതിയെ അകത്തേക്ക് കയറി. ഏട്ടാ, അവൾ അകത്ത് കയറി ഒന്നുകൂടി വിളിച്ചെങ്കിലും അവൻ്റെ അനക്കമൊന്നും കേൾക്കാതായതും അവളെ എന്തോ ഭയം പിടിമുറുക്കാൻ തുടങ്ങി. അവൾ വാഷ്റൂമിലും ബാൽക്കണിയിലുമൊക്കെ നോക്കിയെങ്കിലും അവനെ അവിടെ നിന്നും കണ്ടില്ല. അവൾ താഴെയുള്ളവരെ വിവരമറിയിക്കാനായി തിരിഞ്ഞതും ടേബിളിലിരുന്ന മാധവിൻ്റെ ഫോൺ റിംഗ് ചെയ്തു. അവളതെടുത്ത് നോക്കിയെങ്കിലും പരിചയമില്ലാത്ത നമ്പറായതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഒരു തവണ ബെല്ലടിച്ച് നിന്നതിന് ശേഷം വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങിയതും അവളൊരു സംശയത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. മീനു, ഞാനാ. മനുവേട്ടാ, ഏണിത് എവിടെയാ? മറുവശത്തു നിന്നും മാധവിൻ്റെ ശബ്ദം കേട്ടതും അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്താ. ഇന്നലെ നൈറ്റ് പാർട്ടി കഴിഞ്ഞ് ഒത്തിരി ലേറ്റായി, അതുകൊണ്ട് ഇവിടെ തന്നെ കൂടി. ഒരുക്കം കഴിഞ്ഞ് നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ ഇവിടുന്ന് ഒരുങ്ങി അങ്ങ് എത്തിക്കോളാം. അതേട്ടാ, മാധവ് പറഞ്ഞതിന് മറുപടിയെ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും മറുവശത്തു നിന്നും അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. ഷോ, ഈ ഏട്ടൻ! അവൾ തലയിൽ പതിയൊന്ന് കൊട്ടിക്കൊണ്ട് താഴേക്ക് പോയി. ഇതേ സമയം മാധവ് തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന ദേവുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോണിൽ നിന്നും ഊരിയെടുത്ത സിമ്മ് ഓടിച്ച് ബേസ് ബിന്നിലേക്ക് ഇട്ടു. ഹോ, അങ്ങനെ ഇന്ന് നിന്റെ ആഗ്രഹം സബലീകരിക്കും അല്ലേ ശ്രേയ? അതെ, ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് എനിക്ക് സ്വന്തമാകും. ആഗ്രഹിച്ചത് എന്തും നേടിയെടുത്തേ എനിക്ക് ശീലമുള്ളൂ. മാധവിൻ്റെ കാര്യത്തിൽ മാത്രം അത് തിരുത്താൻ ഞാൻ തയ്യാറല്ല. എന്തൊക്കെയായിരുന്നു ഒരു ദിവ്യ പ്രേമം! ഇപ്പം കണ്ടില്ലേ എല്ലാം എനിക്ക് സ്വന്തമാകാൻ പോകുന്നത്. ഓഡിറ്റോറിയത്തിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന് മേക്കപ്പ് ചെയ്തതിനിടയിൽ ശ്രേയയുടെ ഒരു ഫ്രണ്ട് ചോദിച്ചതും അവൾ ഒരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. അത് കേട്ടതും അവിടെ നിന്ന് മറ്റു ചിലർ അവളെ അവജ്ഞയോടെ നോക്കി. കാരണം അവർക്കെല്ലാം മാധവിനും ദേവുവിനോടുള്ള പ്രണയം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണവും അവരാരും മനസ്സുകൊണ്ട് അംഗീകരിച്ചിരുന്നില്ല. ചേച്ചി, ഇതുകൂടി! ഫ്രണ്ട്സിനോട് ഓരോന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ശ്രേയ ഓർണമെൻറ്റ്സ് ഇടുന്നതിനിടയിൽ ശ്രുതി ഒരു പാലയ്ക്ക മലയും കൊണ്ട് അകത്തേക്ക് വന്നു. ബ്യൂട്ടീഷ്യൻ്റെ കയ്യിലേക്ക് അതും കൂടെ കൊടുത്ത് ശ്രേയടായി പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് ബ്യൂട്ടീഷ്യനെ നോക്കി. അവർ അത് വാങ്ങി ശ്രേയെ അണിയിച്ചു. ശ്രേയ്ക്കാണെങ്കിൽ എത്ര ഒരുങ്ങിയിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. നീല കളർ പട്ടുസാരിയിൽ സ്വർണ്ണാഭരണ വിഭൂഷിതയായി ശ്രേയ നിന്നു. ആഹാ, ഇപ്പോൾ എൻ്റെ ചേച്ചിയെ കാണാൻ എന്ത് സുന്ദരിയാ! ശ്രുതി അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു. മാധവ് എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഇന്ന് ഇവിടെ അവളും കൂടി വേണമായിരുന്നു. അല്പസമയം കഴിഞ്ഞ ആളുകളിലൊക്കെ ഒരുവിധം അവിടെ നിന്നും ഒഴിഞ്ഞതും ഭാഗ്യയുടെ ശ്രേയ ശ്രുതിയോടായി പറഞ്ഞു. ശരിയാ, അവളുടെ ആ തകർന്ന നിൽപ്പ് നന്നായി എന്ന് കണ്ട് ആസ്വദിക്കാമായിരുന്നു. ആ, സാരമില്ല, കല്യാണം കഴിഞ്ഞ് മാധവേട്ടനോടൊപ്പം ആ കൈയും പിടിച്ച ചേച്ചി അവളുടെ മുന്നിൽ ചെന്ന് നിന്നാൽ മതി. അങ്ങനെ എത്ര തവണ അവൾ ചേച്ചിയുടെ മുന്നിൽ വന്ന് നിന്നിരിക്കുന്നു. ശ്രുതി പറഞ്ഞതും ശ്രേയയുടെ ചുണ്ടിൽ ഒരു ചിരി വിടായിരുന്നു. എല്ലാം നേടിയെടുക്കാൻ പോകുന്നവളുടെ ചിരി. എന്നാൽ ആ സമയം അവൾ അറിഞ്ഞിരുന്നില്ല അവളുടെ ചിരിക്ക് അല്പായുസാണെന്ന്. നന്ദിനി, ഇറങ്ങാനായില്ലേ? ദാ വരണോ. കല്യാണത്തിന് പോകാനെ റെഡിയായി ഇറങ്ങുന്നതിനിടയിൽ പ്രസാദ് ചോദിച്ചതും നന്ദിനി മറുപടി പറഞ്ഞു. ദേവ് വരുന്നില്ലല്ലോ അച്ഛാ? ഇല്ല. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്?
ദീപുവിൻ്റെ റൂമിന് നേർക്ക് നടന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചതും അയാൾ അവനോടായി പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനിയും ഇറങ്ങി വന്നിരുന്നു. അവളിന്ന് സൂക്ഷിക്കണം. അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു അവളുടെ റൂമിൻ്റെ ഡോർ തുറന്നതും കഴുത്തുവരെ മൂടി പൊതിച്ച് തിരിഞ്ഞു കിടക്കുന്ന ദേവുവിനെ കണ്ട് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ വാതിലടച്ച് പുറത്തുനിന്നും ലോക്ക് ചെയ്തു. എന്നാ നമുക്കിറങ്ങാം. വിഷ്ണു ചോദിച്ചതും അവർ ഒന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. 3 പേരും കൂടി വിഷ്ണുവിൻ്റെ കാറിൽ ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെട്ടു.